ഹലോ ഗൈസ്, കുറേ ആയില്ലേ കണ്ടിട്ട്. എക്സാംസൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പോൾ ഇനി മുതലെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പോൾ ഇന്നൊരു അടിപൊളി അൽഫാമിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാം. അപ്പോൾ നമുക്കധികം ലേറ്റ് ആവാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ 2 കിലോ ചിക്കന് 8 പീസാക്കിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ 4 പീസേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ 8 പീസ് മൊത്തം മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒരു കൈപ്പിടി നിറച്ചും മല്ലിയില ഇട്ട് കൊടുക്കുക. 2-3 തണ്ട് പുതിനയില ഇട്ട് കൊടുക്കുക. പുതിനയില ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതുപോലെ ഒരു പകുതി ക്യാപ്സിക്കം ചെറുതാണെങ്കിൽ ഫുൾ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലോണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. പിന്നെ പച്ചമുളക് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ക്യാപ്സിക്കം ഓൾറെഡി നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എരിവിന് വേണ്ടി ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു ഫുൾ മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ടൈമിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. പക്ഷെ ഞാൻ മറന്നുപോയി. പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് വിനീഗറാണ്. വിനീഗർ അത്യാവശ്യം നമ്മുടെ പുളി പോലെ നോക്കുക. പിന്നെ തൈരും ഇട്ട് കൊടുക്കുക. തൈര് കുറേ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോൾ, അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാൻ ഒരു 2-3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടാകും. ഇനി അരച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ച് ലൂസാണ്, പക്ഷേ പൊടികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ സെറ്റാവും. അപ്പോൾ ആദ്യം വേണ്ടത് 5 ടീസ്പൂൺ മുളക് പൊടിയാണ്. നോർമൽ മുളക് പൊടിയാണ്. അത്യാവശ്യം നല്ല എരിവുണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 5-6 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യാനുസരണം ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ ചെറിയ ജീരകം ഞാൻ നേരത്തെ പറഞ്ഞില്ല, മറന്നു പോയതുകൊണ്ട് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 2 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്. ഈ ഐറ്റംസിൻ്റെയൊക്കെ അളവ് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയും ഐറ്റംസ് അനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റി കൊടുക്കുക. ഇനി നല്ലോണം ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു കട്ടിയുള്ള പേസ്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ ഒരു പേസ്റ്റായിട്ട് കിട്ടും. ഇനി അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചിക്കൻ പൊരിക്കുന്ന ടൈമിൽ ഒന്ന് കോട്ടിങ് പോലെ തേച്ചെടുക്കാനാണ്. ഇതാ നമ്മുടെ ചിക്കൻ 4 പീസ് ഞാൻ പറഞ്ഞ പോലെ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം വരഞ്ഞു കൊടുക്കുക. എന്നാലാണ് നമ്മുടെ മസാലയൊക്കെ നല്ലോണം ഉള്ളിൽ പിടിക്കുള്ളൂ. നമ്മുടെ മസാലയിലോട്ട് ഓരോ ചിക്കനായിട്ട് മസാല തേച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 8 പീസിനുള്ള മസാല ആയതുകൊണ്ട് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് മുങ്ങി കിടക്കില്ല ചിക്കൻ. പക്ഷേ കറക്റ്റ് മസാലയാണെങ്കിൽ കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് നിന്നോളും. അപ്പോൾ ഇതുപോലെ തേച്ചിട്ട് നമുക്കൊരു 5 to 4 മണിക്കൂർ 4 to 5 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിന് കൂടുതൽ വെച്ചാൽ ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് കൂടെ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വെച്ചിട്ട് രാത്രിയാണ് എടുക്കുന്നത്. അത്യാവശ്യം നല്ലോണം ഈ പറഞ്ഞ പോലെ മസാല ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ എടുക്കാം. എന്നിട്ട് തവയിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഷാലോ ഫ്രൈ ചെയ്യണം, ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല. അപ്പോൾ കുറച്ച് ഓയിലിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരു 2-3 പീസ് വെച്ച് നമുക്ക് ചിലപ്പോൾ ഒരു തവയിൽ പൊരിക്കാൻ പറ്റും. 4 ഫുൾ അതിൽ പൊരിക്കാൻ പറ്റൂലായിരിക്കും. ഭയങ്കര ക്രൗഡായാലും ശരിയാവില്ല. ഇനി മൂടി വെച്ചിട്ട് ഒരു ലോ ടു മീഡിയമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ നേരത്തെ മാറ്റി വെച്ച മസാലയിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഓയിലും പിന്നെ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കണം. അതെൻ്റെ കയ്യിൽ ഉണ്ടായില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർക്കാം. അത് നമ്മുടെയൊക്കെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അതിനി മാറ്റി വെക്കുക. അപ്പോഴേക്കും കണ്ടത് ഇതുപോലെ ചിക്കൻ കുക്കായിട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇതുപോലെ 2 സൈഡും നല്ലോണം കുക്കായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയില്ല, അത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കുക. അങ്ങനെ മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്കിനി അതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അൽഫാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ മസാല. അതുപോലെ തന്നെ ഈ മസാല നമുക്ക് ഷവായയ്ക്കും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ കൂടെ മന്തി, ചപ്പാത്തി അങ്ങനെ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഗ്രീൻ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.